ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഡെസേർട്ടാണ്. ഇന്നത്തെ ഡെസേർട്ടിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫയർലെസ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് വരെ വളരെ സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. അപ്പോൾ ശരി, നമുക്കിന്ന് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് കുറച്ച് തേങ്ങാപ്പൊടി വേണം, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് ബ്ലൂ ഇൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇതെനിക്ക് കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് അൺബോക്സിങ്ങിനായിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നല്ലതായിരുന്നു. തേങ്ങാപ്പാൽ വരെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന അത്രയും നല്ല ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഞാനിപ്പോൾ 50 ഗ്രാമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ, ഇതൊക്കെ മെഷർമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഈ 50 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഞാൻ നെസ്ലയുടെ സ്വീറ്റൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മധുരം എന്ന് പറയുമ്പം ഞാനിപ്പോൾ കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പുട്ടിനൊക്കെ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുന്ന പോലെ അതൊന്ന് കുഴഞ്ഞ് കിട്ടണം, അത്രയും മാത്രം മതി ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ അധികം മധുരം ചേർക്കുന്നില്ല. ഇതൊന്നിങ്ങനെ കുഴഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവമാകുമ്പോൾ ഞാൻ അവിടെ നിർത്തുവാണ്. ചിലർക്ക് കൂടുതൽ മധുരം ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കട്ടോ. ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ, കാരണം ഇനിയും മധുരം ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ 2 ഗ്ലാസ് ബൗളിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലൊക്കെ നിങ്ങൾക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. താഴത്തെ ലെയറായിട്ട് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മളിപ്പം കണ്ടൻസ്ഡ് മിൽക്കിൽ മിക്സ് ചെയ്തല്ലോ, അത് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ബൗളിലേക്ക് താഴത്തെ ഒരു ലെയറായിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലത്തെ ഡെസേർട്ട്സൊക്കെ നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ ഇങ്ങനെ സിംഗിൾ സെർവിങ്സ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ക്രീമി ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് വെക്കാൻ പാടായിരിക്കും നമ്മൾ ട്രേയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ അത് ഞാനവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് ബൗളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പുറത്തുതന്നെ വെച്ചാൽ മതി. ഇനി ഒരു ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത് അൽമറായിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കട്ടിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ 250 ml ഒരു പാക്കിൽ നിന്ന് ഞാനതിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ടാവും. അതായത് 125 ml ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ വിപ്പിംഗ് ക്രീം. അതൊക്കെ നിങ്ങൾ പാകത്തിന് എടുത്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും, അത് എടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൽ മധുരം ഇല്ല. മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ചെറിയതായിട്ടൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അൽമറായിൻ്റെ തന്നെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ക്രീം ചീസ് ഇതുപോലെ സ്ക്വയറായിട്ടും അതുപോലെ ട്രയാങ്കിളായിട്ടൊക്കെ ചീസിൻ്റെ ക്യൂബ്സ് കിട്ടുമല്ലോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാനൊക്കെ. അപ്പം അത് ഫ്രീസറിലാണ് വെക്കാറ്. അപ്പോൾ ഫ്രീസറിൻ്റെ അടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയ ശേഷം ഇതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 5 ക്രീം ചീസിൻ്റെ ഇതുപോലെ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 125 ml വിപ്പിംഗ് ക്രീമിലേക്ക് 5 ക്രീം ചീസ് ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് മധുരത്തിനായിട്ട് പിന്നീട് നമ്മളത് മിക്സ് ചെയ്ത ശേഷം ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതിൽ മധുരത്തിനായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ, കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ ബ്ലെൻഡറിൻ്റെ ജാർ എടുക്കണ്ട, ബീറ്റർ എടുത്താൽ മതി. ഇനിയിപ്പോൾ ചിലർ പറയില്ല നമ്മൾ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീറ്റർ ഇല്ലയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്ലെൻഡറിൻ്റെ ജാർ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ വിപ്പിംഗ് ക്രീമാണല്ലോ നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഒന്ന് നിർത്തി വേണം അടിച്ചെടുക്കാൻ, അപ്പോഴേ നല്ല കട്ടിയിൽ കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് അടിച്ചിട്ട് എടുക്കരുത്, കുറച്ച് നേരം അടിച്ചിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി ഞാനിതിലേക്ക് കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്, ആ ഒരു മധുരത്തിനായിട്ട് കേട്ടോ, മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, അപ്പോൾ ലൂസായി പോവും. നമുക്ക് ഈ ഒരു ബാറ്റർ കുറച്ചൊരു തിക്നെസ്സിലാണ് വേണ്ടത്. പിന്നെ ഇതിപ്പോൾ ബീറ്റർ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനൊരു 2 ടീസ്പൂണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒഴിവാക്കാം. ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ആ ഒരു ചീസിൻ്റെ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ മിക്സ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചീസിൻ്റെ പുളിപ്പ് ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട. ആ പുളിപ്പ് നമുക്ക് കണ്ടൻസ് മിൽക്കിൻ്റെ ആ മധുരത്തിൽ അത് ബാലൻസ് ചെയ്ത് പോവും. അപ്പം നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും വീഡിയോ, പക്ഷേ ഇത് ചെയ്യുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. വീട്ടിൽ വരുന്നവർ പെട്ടെന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഇതുപോലെ വേഗം ഉണ്ടാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. 1-2 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ 2 ബൗളിലേക്കും ഞാനതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ ബൗളിലൊക്കെ ഒഴിച്ചിട്ട് ഓരോരുത്തേക്കും ഓരോ സെർവിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനൊക്കെ. അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനായിട്ട് ഞാൻ കോക്കനട്ട് ഫ്ലവർ ഉണ്ടല്ലോ, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ കുറച്ച് കളറിലൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചതാണിത്. ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇപ്പം ഭയങ്കര എന്താ പറയുക ലൂസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചാൽ തന്നെ ഇത് ഒന്ന് കട്ടിയാവും. ഒരു ചെറിയൊരു കട്ടി ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലാണ്ട് തിക്നെസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ക്രീമി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അവിടെ നമ്മുടെ ഡെസേർട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ മിനിമം വെച്ചാൽ മതി, അതിനകത്ത് തന്നെ സെറ്റാവും. ഇനിയിപ്പോൾ സെറ്റായില്ലെങ്കിൽ കുറച്ചുകൂടെ നേരം വയ്ക്കുക. പിന്നെ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ, ഫ്രീസറിലൊന്നും വെക്കരുത്. അപ്പോൾ മുകളിൽ കുറച്ചുകൂടെ ഞാൻ കോക്കനട്ട് ഫ്ലവർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറി ഒന്ന് ഡെക്കറേഷന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റെഡ് ചെറി ഇവിടെ കിട്ടുമെന്ന്, UAE കിട്ടുമെന്ന്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറ് കേട്ടോ. ഇവിടെ കിട്ടുന്നില്ല, ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇവിടെ ആർക്കെങ്കിലും ഇത് കിട്ടുന്ന സ്ഥലം അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ തീ പോലും കത്തിക്കാതെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഡെസേർട്ടാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. നല്ലൊരു ഫ്ലേവറാണ്, എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. കിടിലൻ ടേസ്റ്റാണ്. പിന്നെ ക്രീം ചീസ് ഇഷ്ടമില്ലാത്തവർ ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ക്രീം ചീസൊക്കെ ഇഷ്ടമുള്ളവർ, ചീസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചീസിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇതിൽ വരില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആയി പോകും. ചെറിയൊരു പുളിപ്പും നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. ഐസ്ക്രീമൊക്കെ സെർവ് ചെയ്യുന്നതിന് പകരം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.